I'm excited to share with you story behind this Corpus Christi. അപ്പോൾ നമുക്ക് സ്റ്റോറിയിലേക്ക് കടന്നാലോ. ഞാനും നിങ്ങളും കാത്തിരിക്കുന്ന കോർപ്പസ് ക്രിസ്റ്റിയാണ് ഇങ്ങ് അടുത്ത് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്താണ് കോർപ്പസ് ക്രിസ്റ്റി? ഇത് തന്നെ ഈ ഘോഷയാത്രകളുടെ ദിവ്യകാരുണ്യത്തിന്റെ ഒക്കെ ഒരു ഘോഷയാത്ര തന്നെയാണ് കോർപ്പസ് ക്രിസ്റ്റി എന്ന് പറയുന്നത്. ഇതിന് കത്തോലിക്ക സഭയും കോർപ്പസ് ക്രിസ്റ്റിയും തമ്മിൽ ഒരുപാട് ബന്ധമുണ്ട്. എന്താണ് ബന്ധം എന്ന് വെച്ചാൽ ക്രിസ്തുവിന്റെ ശരീരം എന്നർത്ഥം വരുന്ന കോർപ്പസ് ക്രിസ്റ്റി ദിവ്യകാരുണ്യത്തിന്റെ യേശു ക്രിസ്തുവിന്റെ യഥാർത്ഥ സാന്നിധ്യത്തെ ആദരിക്കുന്ന ഒരു വിരുന്ന് തന്നെയാണ്. കൂട്ടായ്മയുടെയും കൂദാശയും ഉണ്ടെന്ന് വിശ്വസിക്കുന്ന യേശു ക്രിസ്തുവിന്റെ ശരീരത്തിന്റെയും രക്തത്തിന്റെയും ആഘോഷയാത്രയാണ് ഈ കോർപ്പസ് ക്രിസ്റ്റി എന്ന് പറയുന്നത്. സ്പെയിൻ ഒരു ക്രിസ്ത്യൻ കൺട്രി ആണെങ്കിലും കത്തോലിക്ക വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ് കൂടുതൽ. ഇവിടെ ഒരുപാട് ചർച്ചകളുണ്ട്, ഒരുപാട് അടഞ്ഞുകിടക്കുന്നതും തുറന്നതായിട്ടുള്ള കുറെ ചർച്ചകളുണ്ട്. പല ചർച്ചകളും ഇന്ന് പ്രവർത്തന സജ്ജമല്ലെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. കാരണം എത്രയോ നല്ല പള്ളികളെല്ലാം അടച്ചിട്ടിരിക്കുന്നു. പക്ഷേ ഈ കോർപ്പസ് ക്രിസ്റ്റിയുടെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ ഇത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരാഴ്ച മുമ്പ് ഇവര് നോമ്പെടുക്കും. നോമ്പെടുത്ത് കഴിഞ്ഞ ശേഷമാണ് ഈ കോർപ്പസ് ക്രിസ്റ്റി ആഘോഷിക്കുന്നത്. ഒരാഴ്ചയിലെ ആഘോഷമായിരിക്കും. ആ ഘോഷയാത്രയാണ് നിങ്ങൾ കാണുന്നത്. കത്തോലിക്ക സഭയിലെ പല വിഭാഗത്തിൽപ്പെടുന്ന ആളുകളുടെ ഒരു ഘോഷയാത്ര തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നീലച്ചന്മാര്, കന്യാസ്ത്രീകള്, ബാലന്മാര്, പട്ടാളക്കാര് എന്ന് വേണ്ടിയിട്ടുള്ള എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെയും ഒരു സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും കൂട്ടായ്മ തന്നെയാണ് ഈ കോർപ്പസ് ക്രിസ്റ്റിയിൽ പ്രതിഫലിച്ച് കാണാൻ സാധിക്കുന്നത്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിരുന്നോ? രണ്ട് ഭാഗത്തായിട്ട് ഇവർ കസേര ഇട്ടിരിക്കുന്നത്. അതെ, ഗവൺമെന്റ് തന്നെയാണ് ഇവിടെ കസേര ഇടുന്നത്. ഈ കസേരയ്ക്ക് വേണ്ടി തന്നെ യുദ്ധം തന്നെ ഇവിടെ നടക്കും. ആദ്യമേ വന്ന് കസേരയിൽ സീറ്റ് ഉറപ്പിക്കുന്നവര് ഏറെയാണ്. കാരണം അല്ലാത്ത പക്ഷം എല്ലാവർക്കും നിൽക്കേണ്ടി വരും. മണിക്കൂറുകളോളമാണ് ഇവര് നിൽക്കുന്നത്. എല്ലാ ഭാഗങ്ങളും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് നിങ്ങളെ ഞാൻ കാണിക്കുന്നത്. കാരണം ഈ ഒരു ഘോഷയാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊളേതയിലുള്ള മുഴുവൻ ജനങ്ങളും ഉണ്ട്. അതുപോലെ ലാസ്റ്റ് ഒരു സെഗ്മെന്റ് ആണ് ഇതുപോലെ കുരിശ് പിടിച്ചുകൊണ്ട് പോകുന്നത്. കുരിശ് പിടിച്ചുകൊണ്ട് പോയിട്ട് കുറച്ച് അച്ഛന്മാരും കാര്യങ്ങളൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞ ശേഷമാണ് നമ്മുടെ ആ രൂപം വരുന്നത്. ഇത് ദിവ്യകാരുണ്യത്തിന്റെ രൂപമാണ്, യേശുവിന്റെ രൂപമാണ്. ഇത് വെച്ചിരിക്കുന്നത് കത്തീഡ്രൽ ചർച്ചിലാണ്. ഈ രൂപം കാണാൻ വേണ്ടി തന്നെ ഒരുപാട് ആളുകൾ തടിച്ചു കൂടുന്നുണ്ട്. ഇത് മൊത്തം സ്വർണത്താലാണ് ഈ രൂപം ഉണ്ടാക്കിയിരിക്കുന്നത്. കത്തീഡ്രൽ ചർച്ചിന്റെ മാതൃകയിലാണ് ഈ രൂപം ഉണ്ടാക്കിയിരിക്കുന്നത്. നടുക്കിരിക്കുന്നതാണ് ദിവ്യകാരുണ്യം. ഈ രൂപം പോകുന്ന സമയത്ത് തന്നെ ഇതിന്റെ ചുറ്റിനും പട്ടാളക്കാരും പോലീസുകാരും ഒക്കെ ഉണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും പ്രാധാന്യം അർഹിക്കുന്ന ഒരു രൂപമാണ്. കത്തീഡ്രൽ ചർച്ചിലെ മെയിൻ ഭാരവാഹികളും അതിന്റെ ഉദ്യോഗസ്ഥരെല്ലാമാണ് ഏറ്റവും പുറകിലായി പോകുന്നത്. കൂടാതെ ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥന്മാരും എല്ലാം ഈ രൂപത്തിന് ചുറ്റുമുണ്ട്. പിന്നെ ഈ രൂപം വരുന്നത് കത്തീഡ്രൽ ചർച്ചിൽ നിന്നാണ് തുടങ്ങുന്നത്, അവസാനിക്കുന്നതും കത്തീഡ്രൽ ചർച്ചിൽ തന്നെയാണ്. ഇതിന്റെ ഇടയ്ക്ക് വെച്ച് പ്ലാസ ദെൽ സൊക്കദോറിൽ വെച്ച് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഒരു കർദിനാൾ വന്നിട്ട് ഈ രൂപം വെച്ചിട്ട് പ്രാർത്ഥിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യും. അത് കാണാൻ വേണ്ടിയിട്ട് തന്നെ ഒരുപാട് ആളുകൾ എന്നിട്ട് ഈ രൂപം നേരെ കത്തീഡ്രൽ ചർച്ചിലേക്ക് കൊണ്ടുപോകും. കോർപ്പസ് ക്രിസ്റ്റി അവസാനിച്ചതായിട്ട് കർദിനാൾ പ്രഖ്യാപിക്കും. പക്ഷേ അവസാനിച്ചാലും ഒരാഴ്ചയിലേക്ക് ആഘോഷങ്ങൾ ഏറെയാണ്.